ദിലീപ് കേസിൽ ഷോൺ ജോർജിന്റെ വീട്ടിൽ റെയ്ഡ് പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. 3 മൊബൈൽ ഫോണുകളും 5 മെമ്മറി കാർഡുകളും 2 ടാബും കസ്റ്റഡിയിലെടുത്തതായി ഡിവൈഎസ്പി പറഞ്ഞു. സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഫോൺ ഇതിലുണ്ടോ എന്നും പരിശോധിക്കും. മാധ്യമപ്രവർത്തകരും അന്വേഷണ സംഘവും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ ഷോൺ ജോർജ് പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. റെയ്ഡിനെതിരെ പി സി ജോർജ് രംഗത്ത് വന്നു. പിണറായിക്കെതിരെ പറയുന്നതിൻ്റെ പേരിലാണ് റെയ്ഡ്. ദിലീപിൻ്റെ സഹോദരൻ അനൂപ് ഷോണുമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് അന്വേഷണ സംഘം ഫോൺ തിരയുന്നത്. ആ ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് 2019 തന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നതായും പി സി ജോർജ് പറഞ്ഞു. 2019 ദിലീപിൻ്റെ അനിയൻ ഷോൺ ജോർജിനെ വിളിച്ച ഷോൺ ജോർജിൻ്റെ ഫോൺ റെയ്ഡ് ചെയ്ത് കസ്റ്റഡിയെടുക്കാൻ വന്നതാണ്. ഈ പോലീസിന് എന്താ മറുപടി പറയുക? ഇത് പറയാം. ഇത് ഏതാണെന്നറിയാമോ? ആ ഫോൺ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജില്ലാ പോലീസ് മേധാവി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന iPhone X മൊബൈൽ ഫോൺ 99 471 20 002 ഐഡിയ ഇന്ന് രാവിലെ 8 മണി മുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫോണിൽ കൊണ്ട് ഇന്നേ ദിവസം വീട്ടിൽ പുറത്ത് പോയിട്ടില്ല. എൻ്റെ പരാതി സ്വീകരിച്ച് ഫോൺ കണ്ടെത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരണം അപേക്ഷിക്കുന്നു ഷോൺ ജോർജ്. എന്നാന്നറിയാം, 26/11/2019 എന്തിനിപ്പോൾ സെർച്ച് ചെയ്യുന്നു? അപ്പോൾ ഇതൊക്കെ ഉദ്ദേശം രാഷ്ട്രീയ കളിയാണ്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. ഞാനിതെല്ലാം നേരിടാൻ തയ്യാറാണ് എപ്പോഴും.